അസ്സലാമലൈക്കും. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ മീൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. മീൻ ഇതെന്താന്ന് മീനാണെന്നറിയാം. വള്ളിക്കൊഴിയാള എന്നാണ് ഇതിൻ്റെ പേര്, വള്ളിക്കൊഴിയാള. അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്തിടാം. ഇത് ഭയങ്കര പാട്. ലെന കിടന്ന് വിളിക്കുന്നു. ഒരു പൂച്ചയുണ്ട്, അത് കിടന്ന് വിളിക്കുന്നു. അവന് എന്ന് കതക് തുറക്കുമ്പം ഓടി വരും രാവിലെ. ഇന്നെന്തോന്നി ഇത് ഇന്ന് എത്രയും നേരമായിട്ട് വന്നില്ല. ഇപ്പം കാണാൻ ഓടി വന്നിരിക്കുന്നു. ഇനി അവന് പച്ചമീനിന് വേണ്ടിയാണ്. അവന് തല ആവിയേറ്റി വെച്ചിരിക്കണം. ചാളയുടെ തല ആവിയേറ്റി വെച്ചിരിക്കണം. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ആവിയേറ്റി വെച്ചിരിക്കണം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അവന് കൊടുക്കുന്നത്. അപ്പം ജസ്റ്റ് കഴുകി വെച്ചിരുന്നതാണ്, കട്ട് ചെയ്തതല്ലേ. അപ്പോൾ ഒന്ന് കഴുകിക്കളയാം. ഇനി ഇതിലേക്ക് കരിവേപ്പില ഇല്ല, തക്കാളിയുണ്ട്. തക്കാളി ഇടാം. തക്കാളി, പച്ചമുളക്, ഉലുവ വറുത്തതില്ല, പച്ച ഉലുവ. പച്ച ഉലുവയാണ് ഇടുന്നത്. അരച്ച് വെച്ച് ഗായ്സ്, അരച്ച് വെച്ചായിരുന്നു. അപ്പം ഇനി അരപ്പൊഴിക്കാം. അരപ്പ് തേങ്ങ നമ്മൾ തിരുവനന്തപുരം സ്റ്റൈൽ തന്നെയാണ് വയ്ക്കുന്നത്. തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉള്ളി, പുളി, ഇതെല്ലാം കൂടെ മിക്സിയിലടിക്കും. എരി കുറച്ചേ ഇവിടെ മക്കൾക്ക് എരി കൊടുക്കുക. അവർ എരി ഭയങ്കര പാടാണ് കൂട്ടാൻ. അതുകൊണ്ട് എരി കുറച്ച് കറി വയ്ക്കുന്നത്. ഇവിടെ ഇരിക്കട്ടെ. തല ഇടും ഗൈസ്. തല ഭയങ്കര ഇഷ്ടമാണ്, മോക്ക് ഭയങ്കര ഇഷ്ടമാണ് തല. അതിൻ്റെ തല ഇടും. തല ഇട്ട് കറി വയ്ക്കും. വെള്ളം എടുക്കട്ടെ ഒഴിക്കാൻ. കുറച്ച് വെള്ളം വയ്ക്കാം. ഇനി ഉപ്പൊഴിക്കാം. ഉപ്പില്ലെങ്കിൽ പിന്നെ വെച്ചു. ഉപ്പ് നോക്കട്ടെ ഗൈസ്, കുറച്ചുകൂടാണ്. ഇനി അടുപ്പിൽ വയ്ക്കട്ടെ. ഗ്യാസിലാണ് വയ്ക്കുന്നത്. ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. കറി കത്തിച്ചു കൊടുക്കാം.
ഇനി മീൻ വിരവി വെച്ചിട്ടുണ്ട്. മീൻ ഫ്രൈക്ക് വേറൊന്നും ചേർക്കൊന്നുമില്ല. വെളുത്തുള്ളിയും ഇഞ്ചി അങ്ങനെയൊന്നും ചേർത്തൊന്നുമില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വിരവി അരമണിക്കൂറാകും വിരവി വെച്ചിട്ട്. അപ്പം ഇത് ഫ്രൈ ആക്കാം. ചട്ടിയിലേക്ക് അതിൽ തലയിട്ട് പൊരിക്കും. നല്ല രസമാണ്. ഫ്രൈ ആക്കണേൽ തലയിടും. പിന്നെ കാപ്പി പോലും കുടിച്ചില്ല ഇത്രയും നേരമായിട്ട്. രാവിലെ ചായ കുടിച്ച് ഒന്നും കഴിച്ചില്ല. കഴിക്കണം. ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഫ്രൈ ആക്കാനും കടുക് വറുക്കാനും എല്ലാത്തിനും സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗിക്കാറില്ല. സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. മീൻ ഇട്ട് കൊടുക്കാം. ചട്ടി കരിഞ്ഞ സ്മെല്ല് ഗ്യാസ് മണ്ടയിലോട്ട് അടിച്ചു. അതവിടെ കിടന്ന് മൂക്കട്ടെ. ഇനി ഇത് മീനിൻ്റെ തല അവിച്ച് വെച്ചിരിക്കുകയാണ്. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട്. ഡാർക്കാണെന്നറിയാമോ? കാണിച്ചു തരാം ആളിനെ. ഇതിങ്ങനെ കാണിച്ചു തരാം. ആളിനെ കാണിച്ചു തരാം. വേണ്ട ഗൈസ്, ഇതിന് കൊടുക്കാനാണ്. ഇതിൻ്റെ സ്മെല്ല് കേട്ട് അപ്പോഴേ തുടങ്ങിയതാണ്. ഇനി ഇതിൽ കുറച്ച് ചോറിടാം. ചോറിട്ട് കൊടുക്കും. ഇതിൽ കുറച്ച് ചോറ് കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ വയറ് ഈക്കുവാണ്. ചോറിട്ടിട്ട് ഇങ്ങനെ വിരവി കൊടുക്കുമ്പം വയറ് വീക്കും. കുറച്ച് കഴിച്ചിട്ട് പോകും. പോയതിന് ശേഷം വീണ്ടും വരും. ഇപ്പം ഇത് കഴിച്ചോണ്ട് ഊര് തണ്ടാൻ പോവും. ഊര് തണ്ടിയിട്ട് വരും. അപ്പം ഇത് കൊടുക്കാം. ലെനോ ഇനി വാ. എന്നാ ലെനോ അങ്ങനെ അതിന് ഫുഡ് കൊടുത്ത് ഇതിൻ്റെ സ്മെല്ല് മണ്ടയിലോട്ട് പിടിക്കാൻ പറ്റില്ല. അലർജി ഉണ്ട് ഗൈസ്. അപ്പം ഇത് ചുമ വരും. ഈ പൊരിപ്പിൻ്റെയൊക്കെ സ്മെല്ലടിക്കുമ്പോൾ, മീൻ ഫ്രൈ ആക്കണതും കടുക് വറുക്കണതിൻ്റെയൊക്കെ സ്മെല്ലടിക്കുമ്പോൾ ഭയങ്കര ചുമ വരും.
ഇവരെ ഒന്നും കഴിച്ചില്ല ഗൈസ്. ഇതാണ്ട ഭൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഭൂരി ഇന്ന് രാവിലെ കാപ്പിക്ക് ഭൂരി, കടലക്കറിയായിരുന്നു. ഇനി കഴിക്കണം. ഗുളിക കഴിക്കാനുണ്ട്. അപ്പം ശകലം കഴിച്ചും കൊണ്ട് ഗുളിക കഴിക്കാം. ഗുളിക കഴിക്കുന്നത് കൈ കണ്ട് വീണൊടിഞ്ഞ് വീട്ടിൻ്റെ മുകളിൽ കട്ടിലിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട്, വീട്ടിൻ്റെ മുകളിലല്ല കട്ടിലിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ജനൽ തുടച്ചതാണ്. തുണിയിട്ട് തുടച്ചതും തെറിച്ച് വന്നു. തുടച്ചിട്ട് ഇറങ്ങിയതും തെറിച്ച് താഴെ വന്ന് വീണ് കൈ അടിയിലായി ഒടിഞ്ഞ് സർജറി കഴിഞ്ഞു. ഒരുപാട് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഏകദേശം 40ഓളം സ്റ്റിച്ച് വരുമായിരുന്നു. നേരെ ആയില്ല, ഇപ്പം 4 മാസമായി. എന്നാലും ഇപ്പം ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യും. അടുക്കളയിൽ നിന്നുകൊണ്ട് തുണിയൊക്കെ ഇങ്ങനെ പിടിച്ച് കഴിവ്. പിന്നെ ഈ കൈയുടെ ബലവും കൂടെ ഈ വലത്തെ കൈക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ ഗുളിക കാൽഷ്യം കുറവാണ്. നല്ല കാൽഷ്യത്തിൻ്റെ ഗുളിക ഉണ്ട്. തിങ്കളാഴ്ച പോയിരുന്നു ഹോസ്പിറ്റലിൽ. ഇനി 2 മാസം ആകുമ്പോൾ ചെല്ലാൻ പറഞ്ഞു. ചെല്ലുമ്പോൾ എക്സ്റേ എടുക്കും. 2 എല്ല് ഒടിഞ്ഞങ്ങ് തൂങ്ങിപ്പോയായിരുന്നു കൈ. അപ്പോൾ 1 എല്ല് ഊറിപ്പിടിച്ച്. ഇനി 1 എല്ല് ഊറിപ്പിടിക്കാനുണ്ട്. പകുതി വരെ ആയുള്ളൂ. നല്ല നീരുണ്ട്. സർജറി കഴിഞ്ഞ് 4 ദിവസം കിടന്നു ഹോസ്പിറ്റലിൽ. ഇപ്പം 4 മാസം കഴിഞ്ഞ്. ഇനി കാൽഷ്യത്തിൻ്റെ ഗുളിക കഴിക്കണം. രാവിലെ 7 മണിക്ക് കഴിക്കണമായിരുന്നു. ഇന്ന് കഴിച്ചില്ല. ഗുളിക കഴിക്കാം. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. പോരായ്മകളൊക്കെ കാണും. ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കണം. പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. ചോറ് രാവിലെ വെച്ച്, പിന്നെ അവിയൽ നിലത്തെ ഫ്രിഡ്ജിലിരുന്നതിന് ചൂടാക്കി എടുക്കണം. മീൻകറി അടുപ്പിയിരിക്കണം. മീൻ ഫ്രൈയും ഇത്രയൊക്കെ ഉണ്ട്. ലെനോ വന്ന് കരഞ്ഞിട്ട് പോയി. ലെനോ എന്ന് പറയണ പൂച്ചയാണ് കേട്ടോ. പിന്നെ ഒരു ഡോഗുണ്ട്. അതിനെ റോഡിൽ നിന്ന് കിട്ടിയതാണ് അതിൻ്റെ കുഞ്ഞുനാളിൽ. ഇങ്ങനെ നമ്മളൊരു യാത്ര പോയപ്പോൾ റോഡിൻ്റെ മധ്യത്ത് കണ്ണ് തുറന്നതേ ഉള്ളായിരുന്നു. മെയിൻ റോഡിൻ്റെ മധ്യത്ത് ഇവിടെ ഇങ്ങനെ പോകും. വണ്ടി ഇടിക്കാൻ പോയി. അങ്ങനെ പാവം തോന്നി. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീവികളെ. ഡോഗ്, ക്യാറ്റ്, ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ പക്ഷികളെ എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കൊണ്ടുവന്നു വലുതാക്കിയിട്ട് അങ്ങ് വിടാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു വിധത്തിൽ പോകില്ല. ഭയങ്കര സ്നേഹമാണ്. നമുക്കൊരു കാവലാണ്. അലർജി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചുമക്കുന്നത്. പിന്നെ ഡോഗിനെ കുളിപ്പിക്കാൻ ഒരു ചേച്ചി ഇവിടെ വരും. ആ ചേച്ചി വന്ന് ഭയങ്കര കാര്യമാണ് ചേച്ചിയുടെ അടുത്ത്. ചേച്ചി വന്ന് കുളിപ്പിക്കും. പിന്നെ ഇതിനകത്തോട്ട് ആർക്കും കയറാൻ പറ്റില്ല.
ഗേറ്റിൽ വന്ന് തൊടുമ്പോഴേ ഭയങ്കര ഇതാണ്, ഭയങ്കര ബഹളം കാണിച്ചു കളയും കിടന്ന്. പിന്നെ നമ്മൾ ഇവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത്. പക്ഷെ അതെല്ലാം നേരെയാവും എന്ന് വിശ്വസിക്കും. മോള് കോളേജിൽ പോയി. മോനുണ്ട്, 2 മക്കളാണ്. മോനിവിടെ ഉണ്ട്. ചെന്നൈയിലായിരുന്നു, ഇപ്പം 2 ആഴ്ച കൊണ്ട് ഇവിടെ ഉണ്ട്. അടുത്ത മാസം പോകും. പിന്നെന്താണ്, അടുപ്പിൽ കത്തിക്കൂല. വെളിയിൽ അടുപ്പുണ്ട്, അടുപ്പിൽ കത്തിക്കാൻ പറ്റില്ല. സ്റ്റെപ്പ് കയറി ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇനി വീഴരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കമ്പി എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ വീണ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എല്ല് കൊണ്ട് ഒടിയും. അങ്ങനെയൊക്കെയുള്ള ഇതാണ്. കറി എന്തോ ആയെന്ന് നോക്കട്ടെ. ലേശം ഉപ്പും കൂടെ. ഞങ്ങൾ 3 ആളാണ്, ഞാനും മോനും മോളും. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. 2 തുണി കിടക്കണം, അതിനെ കഴുകണം. പിന്നെ ഇവിടെ അടുക്കള വൃത്തിയാക്കണം. വൃത്തിയാക്കി തുടയ്ക്കണം. പാത്രങ്ങളൊക്കെ കഴുകി തുടയ്ക്കണം. ഈ കറിയും വെക്കണം. ജോലിയുള്ളൂ. അരിയും കൂടെ വെള്ളത്തിലിടാം. അരി നാളെ ദോശ പാടാണ്. ദോശയ്ക്ക് ഇട്ട പാടാണ് കഴിക്കാൻ. അല്ലെങ്കിൽ ഇഡ്ഡലിയാക്കാം. ദോശ പാടാണെങ്കിൽ ഇഡ്ഡലിയാക്കാം. പിന്നെ കുറച്ചരി മതി. 3 പേരല്ലേ ഉള്ളൂ, മതി. ഉലുവ കുറച്ചിടാം. ഉലുവ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് 2-3 വെള്ളം കഴുകി കളഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ആ വെള്ളത്തിലാണ് ആട്ടിയെടുക്കണം. ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അത് കറി വെച്ചിറക്കണം. ഇനി വീഡിയോകളൊക്കെ നല്ല വീഡിയോകൾ ചെയ്യാം. ആദ്യമായിട്ടായതുകൊണ്ട് പോരായ്മകളൊക്കെ കാണും. പിന്നെ ശരി, ഓക്കെ. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.